Hello and welcome to day 17 of Unlocking Your Vocabulary with Mum and Sons Company. ഇന്ന് സീസണൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് വേർഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് വേർഡ് ഇസ് whimsy. WHIMSY. ആ വാക്കിന്റെ അർത്ഥം വിചിത്രമായ എന്നാണ്. അതായത് പ്ലേഫുൾ ഓർ ഫാൻസിഫുൾ ബിഹേവിയർ ഓർ ഐഡിയാസ് ഓർ തിങ്സ് ദാറ്റ് ആർ അൺയൂഷ്വൽ ഓർ ഇമാജിനേറ്റീവ്. ഇപ്പൊ അതെങ്ങനെയാ ആ വാക്കിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാർഡുകളിലോ അല്ലെ ക്രിസ്മസ് ഡെക്കറേഷനിലോ ട്രീയിലോ ഔട്ട്സൈഡ് വീടുകളിലൊക്കെ അലങ്കരിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സാന്റാക്ലോസ് ഒരു സ്ലേയില് റെയിൻഡിയേഴ്സുമായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നത്, അല്ലെങ്കിൽ പെൻഗ്വിൻസ് ഇങ്ങനെ സ്ലേയെ കൂടെ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വിചിത്രമായ ഡെക്കറേഷൻസിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് whimsy എന്നുള്ളത്. അതൊരു ഭയങ്കര ഫണ്ണി കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ വാക്ക് ഇംഗ്ലീഷ് IELTS അല്ലെങ്കിൽ PTE ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾ കണ്ടിട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെ അതിശയിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികളെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഈ വാക്ക് നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ആൻഡ് ദ സ്പെല്ലിംഗ് ഈസ് WHIMSY. ഒരു സെന്റൻസ് ഒന്ന് കേട്ടു നോക്കാം. The Christmas village display was filled with whimsy featuring tiny skating penguins. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. The Christmas village display was filled with whimsy featuring tiny skating penguins. ആ പെൻഗ്വിൻസ് സ്കേറ്റ് ചെയ്ത് പോകുന്നതിനെ ഫീച്ചർ ചെയ്താണ് ആ നാട്ടില് ആ ചെറിയ ഗ്രാമത്തില് അവര് ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്തത്. അതൊരു whimsy ഫീലിംഗ് എല്ലാവർക്കും കൊണ്ടുവന്നു. വിചിത്രമായ ഒരു ആശയമാണെന്നുള്ള രീതിയിലാണ് അതവിടെ പറയുന്നത്. അടുത്തതായിട്ട് സെക്കൻഡ് സെന്റൻസ്. The whimsical ornaments on the tree, like glittery unicorns and miniature gingerbread houses, made everyone smile. ക്രിസ്മസ് ട്രീയില് ഗ്ലിറ്ററി ആയിട്ടുള്ള യൂണിക്കോണും ചെറിയ ജിഞ്ചർബ്രെഡ് ഹൌസും ഒക്കെ ഉണ്ടാക്കിയത് കണ്ടപ്പോഴ് എല്ലാവർക്കും ആ ഒരു വിചിത്രമായ ആശയത്തെ ഓർത്തപ്പോൾ ഒരു പുഞ്ചിരി വിടർന്നു. I hope you like this sentence. Try to make one and comment below this video. Thanks for growing with Mum and Sons Company. Thank you. Bye again.